മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത വീടാണ് ഇത്. നവീദ് ബ്രോൻ്റെ റൂമാണ് ഇവിടെ. ഇവിടെയാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്ന് നമ്മളിതാ രാവിലെ 9:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ശരിക്കും ഒരു 35-40 കിലോമീറ്റർ നടക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇന്ന് നമുക്ക് 20 കിലോമീറ്റർ കഴിയുമ്പം ആണൊരു പെട്രോൾ പമ്പ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്രോൾ പമ്പ് വരുന്നത് 90 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇന്ന് ഞാൻ ഇറങ്ങി ആ പമ്പിൽ നിന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്നത് 70 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അപ്പം പ്ലസ് 90 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പമ്പ് എനിക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിന്ന് വിചാരിക്കുന്നപ്പോൾ ശംഷീർ അലി ബ്രോ പറഞ്ഞു 20 കിലോമീറ്ററിലെ പമ്പിൽ നിൽക്കുക, നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് 2 സ്ട്രെച്ചായിട്ട് പോകാന്നുള്ളത്. എന്നാലേ പമ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 90 കിലോമീറ്റർ എന്തായാലും നടക്കുന്ന പോസിബിൾ അല്ല ഒരു ദിവസം. ഇതൊരു അറബ് ഏരിയയാണ്. കുറേ വില്ലകളും ഒത്തിരി പേര് താമസിക്കുന്നൊക്കെ ഉള്ള സ്ഥലമാണ്. भैया इधर एक कफ्टीरिया किधर मिलेगा आपको? कफ्टीरिया मिलेगा? कफ्टीरिया उधर अभी रमजान है ना, बंद है. ओके. किधर तुम? बांग्लादेश? मैं इंडिया से. केरला. केरला? केरला किधर? केरला कैलकट. മലയാളിയാ? हाँ ब्रो. हाँ മലയാളിയാ? ആടാ. എനിക്കെന്ത് പരിപാടി? ഞാൻ ഷാർജയിൽ നിന്ന് സൗദിക്ക് പോകാൻ നടന്നിട്ട് വന്നേ? 10 ദിവസമായി. ഇവിടെ എവിടെയാ നാട്ടില്? ഞാൻ നാട്ടില് കാസർഗോഡ്. ആ, ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നവീദിൻ്റെ കൂടെ പെട്രോൾ പമ്പിൽ. എന്ത് പേര്? ഡെയർ ഫൂട്ടർ. വക്കാല ഓപ്പൺ ആണ്. എവിടെയാ വക്കാല? വക്കാല ഓപ്പൺ. ആ, നമുക്ക് സാധനം വാങ്ങാൻ നമുക്ക്. എവിടെ ഹൈവേ നമുക്ക് വരുന്നത്? ഹൈവേ എവിടെയാണ് വരുന്നത്? ഹൈവേ നേരെ അപ്പുറത്തെ. അതാ അല്ലേ? ഓക്കെ. എത്ര മണിക്കാ തുറക്കുക ഷോപ്പ്? അതെ അതെ അതെ. കഫ്റ്റീരിയ ഓപ്പൺ അല്ല. അപ്പോൾ കഫ്റ്റീരിയ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രോസറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് തൽക്കാലം പോവാം. എന്നാൽ മാത്രമേ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പെടും. ഹൗസ് ഓഫ് ടീയുടെ അതേ ബോർഡാണല്ലോ. നിലവിൽ ആൾക്കാരുണ്ടോ? ബ്രോ എന്താ സാൻഡ്വിച്ച് പപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? സ്ട്രോബെറി അതെൻ്റെ ഫേവറേറ്റാണ്. ഒരു കേക്ക് ഉണ്ടോ? അത് മതി. നമ്മളിതാ അങ്ങനെ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ട് വെസ്ക്ക് അപ്പം കേക്ക് വാങ്ങിയായിരുന്നു. ഇതുണ്ടോ കേക്കും, ഇതും സ്ട്രോബെറി ഉള്ളതാണ്. ഇത് കപ്പ് കേക്ക്. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുക. ആരും കാണാതെ കഴിക്കണം. നോമ്പല്ല എല്ലാവർക്കും. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഏതെങ്കിലും ഷോപ്പിൽ നിന്ന്. ഇങ്ങനെ കുഴപ്പമില്ല. നമ്മൾ ഈ തിന്നുന്ന വേസ്റ്റിൻ്റെ കവറായാലൊന്നും നമ്മളിവിടെ ഇടുന്നില്ല കേട്ടോ. എല്ലാം നമ്മൾ കൊണ്ടുപോകും. ഓൾറെഡി ഇവിടെ മൊത്തം വേസ്റ്റാണ്. എന്താ കുപ്പി പാട്ട എല്ലാ സാധനങ്ങളുണ്ട്. നമ്മളായിട്ട് എന്തിനാണ് ഇനി ഇടുന്നത്? അതുകൊണ്ട് നമ്മൾ ബാഗിൽ വെക്കും. വൈകുന്നേരം നമ്മൾ ചെന്നിട്ട് അത് ഡിസ്പോസ് ചെയ്യും. ശരിക്കും ഇതിൻ്റെ നടുക്കൂടെ നടക്കാൻ പാടണമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്താ ചെയ്യാം, ഇതുവരെ നമ്മളോട് പോലീസ് കണ്ടോല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നടന്നു പോകുന്നൊക്കെ പോലീസ് അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പിടിച്ചാൽ എന്താ ഫൈൻ ഉണ്ടാവുമോ വഴക്ക് പറയുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇത് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ നല്ല വെയിലുമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പോട്ടെ. ആരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് നടക്കില്ല. ഓക്കെ, അതിന് അപ്പുറത്തേക്ക് പോകാൻ നടക്കില്ല എന്ന് പറയാം. ഓക്കെ. ഇവിടെ കുറേ വില്ലൊക്കെ കാണുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് സ്കൂൾ അവിടെ കാണുന്നുണ്ട്. റീച്ച് ബ്രിട്ടീഷ് സ്കൂൾ അങ്ങനെയാണ് കാണുന്നത്. വെയിൽ കാരണം കണ്ടുപിടിക്കുന്നില്ല. കാലിനടിയിൽ ഒരു ബ്ലിസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. അത് പൊട്ടിയപ്പോൾ ചെറിയൊരു വേദന. കുഴപ്പമില്ല, നടക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ചെറിയൊരു വേദന ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വരാൻ പോണ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം റോഡ് മാത്രമേ ഉള്ളൂ. ഇടത് സൈഡിലും വലത് സൈഡിലും ഒരു ബിൽഡിങ്ങോ പമ്പുകളൊന്നും ഇല്ല. ഒരു 90 കിലോമീറ്ററോളം.
നമ്മൾ ഇന്ന് നിൽക്കാൻ പോണ 20 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു 60 കിലോമീറ്ററിലാണ് പമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം അത് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ലോറി ബേലോ അങ്ങനെ ടെൻ്റ് അടിച്ച് നമ്മൾ അവിടെ നിന്നിട്ട് അടുത്ത ദിവസം നമുക്കത് കവർ ചെയ്യാൻ പാകത്തിന് നമ്മൾ പോകണം. അതേ നമുക്ക് വഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഇന്നൊക്കെ ടാർഗറ്റിലേക്ക് എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് അതിനെപ്പറ്റി പഠിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എന്തായാലും അവിടെ വരെ മരങ്ങളുള്ളതുകൊണ്ട് വലിയൊരു അനുഗ്രഹം. നല്ല കാറ്റാ. ടാസ്ക് റോഡ് ഇത് കണ്ടോ, ഒരു മരം പോയിട്ട് ഒരു ചെറിയ തണൽ പോലും ഇല്ലാത്ത റോഡാ. ഒന്നും ഇല്ല, ഒരു വെള്ളം കുടിക്കാനോ ഒന്ന് ഇരിക്കാനോ പോലും പറ്റില്ല. ഈ റോഡ് ഇത് കൂട്ട് റോഡായിരിക്കും നമുക്കിനി അവിടെ വരെ ഉണ്ടാവുക. ഏകാന്തമായ റോഡുകൾ, വണ്ടി മാത്രം പോകുന്നു. ആ പോണ ഫ്ലൈ ഓവർ അബുദാബിയിലേക്ക് പോയ ഫ്ലൈ ഓവർ അവിടെ കാണുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പോയിട്ട് സൗദിയിലേക്കുള്ളത് സൗദികൾ റോഡ്. നല്ല റിസ്ക് ഉള്ള സ്ഥലങ്ങളാണ് വരാൻ പോണേ. ഇതേപോലത്തെ സമയത്ത് നമുക്കിനി നടക്കാനേ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലിന്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നടക്കുമ്പോൾ ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം. രാവിലെ കൂടുതൽ നടക്കേ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് കൂടുതൽ നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഓ ഗായ്സ്, ഇത്രയും നേരം നടന്നിട്ട് ഇപ്പോഴേ ഇരിക്കാൻ സ്ഥലം കിട്ടി. അതും ലൈറ്റിൻ്റെ ചോട്ടില്ലതാ. അമ്മ ഒന്നും പറയണ്ട. നോയമ്പായതുകൊണ്ട് അങ്ങനെ വെള്ളം പബ്ലിക്കായിട്ട് കുടിക്കാനും പറ്റില്ല, അതാ പ്രശ്നം. എന്തായാലും സാരമില്ല, നമുക്കിനി കുറേ ദൂരം പോകാണ്ട്. ഒരു 6-7 കിലോമീറ്റർ അടുത്ത് ഇനി നമുക്ക് പോകാണ്ട്. സമയം 4:30 ആയിട്ടുള്ളൂ ഇപ്പം. അപ്പോൾ നോക്കാം, എന്തായാലും കുറച്ചുകൂടെ ദൂരം പോകാം നമുക്ക്. എന്തായാലും നമുക്ക് എന്നാൽ പമ്പിൽ എത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നടക്കാം. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇരിക്കാം. ആൾക്കാർക്ക് അവിടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് റോഡ്. ആൾക്കാർക്ക് അവിടെ റോഡ് പാസ് ചെയ്യുന്നുണ്ട്, ഉണ്ടോ? ഓടി ക്രോസ് ചെയ്യുന്നുണ്ടോ ഗൈസ്? നമ്മളിതാ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വണ്ടി പോലും ഇല്ല ഇന്ന്. അയ്യോ, നമുക്ക് സീനാണല്ലോ ബ്രോ ഇവിടെ. ഞാൻ നിങ്ങളെ മാപ്പ് കാണിച്ചു തരാം. ഇതുണ്ട്, നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. നമുക്ക് പോകേണ്ട പമ്പ് ഇതാ, ഇന്ന് സ്റ്റേ ചെയ്യേണ്ട പമ്പ് ഇതാ, ഈ കാണുന്ന പമ്പാ ഇത്. അപ്പോൾ നമ്മൾ ഈ റോഡായിരുന്നു പോരേണ്ടത്. എനിക്ക് അവിടെ നിന്ന് മിസ്സായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടുക്കോട് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ പമ്പിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മഴയൊക്കെ പെയ്ത അവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 20 കിലോമീറ്റർ ഉള്ളൂ പമ്പിലേക്ക്. നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. സമയം നോക്കി നിങ്ങൾ 5 മണിയായിട്ടുള്ളൂ കേട്ടോ. 5 മണിയായിട്ടുള്ളൂ. നമ്മൾ നല്ല പെട്ട റോട്ടിൽ ഭാഗ്യം കൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും വന്നില്ല, അങ്ങനെ പോന്നു. എന്തായാലും നോക്കാം, നമുക്ക് പമ്പിലെത്തിട്ട് ആ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ അയച്ചു തന്നിട്ടുണ്ട്, ഷംഷീർ അലി ബ്രോ. അപ്പോൾ പുള്ളീനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ റോഡ് നമുക്ക് ക്രോസ് ചെയ്യണം. ഇത് ഫുള്ള് വെള്ളമാണ് ഇവിടെ. ഈ റോഡിൽ കൂടെ നമുക്ക് നടന്നു പോകണം. ഇവിടെ നമുക്ക് പമ്പിലെത്താൻ. നല്ല കാറ്റ് വീശുന്നുണ്ട്. സൂര്യൻ ദേ ഒളിച്ചിരിക്കുന്നു. കാർമേഘം, മഴ വരാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ചാടാൻ തോന്നുന്നു എനിക്ക് കുളിക്കാൻ. പക്ഷെ നല്ല വെള്ളമല്ല. സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. 6 മണി. നമുക്കിനി ഒരു 2 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. നടന്നാലേ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തുള്ളൂ. കാരണം നമുക്കൊരു ചുറ്റിയാണ് ഉള്ളത്.
നമുക്ക് അപ്പർ സൈഡിലാണ് പമ്പെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നടന്നിട്ട് വേണം പമ്പിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഈ ഏരിയയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇത് ഹൈവേ ആട്ടോ. ഈ റോഡ് ബാക്കിൽ പോകുന്നുണ്ട്. ഇത് എന്താ അബുദാബിക്ക് പോകുന്ന റോഡാണ്. അപ്പർ സൈഡിൽ ദുബായിക്ക് പോകുന്ന റോഡാണ്. അങ്ങനെ ചുറ്റിപ്പോവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക. കാണുന്നവർ എന്തായാലും ഒരു ലൈക്കും കൂടെ തരിക. ഒരു ലൈക്കിന് അർഹത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു 500 പേര് കാണുവാണെങ്കിൽ ഒരു അധികം ലൈക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആ ഒരു ലൈക്കും കൂടെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റും കൂടെ എൻ്റെ സ്നേഹത്തിൻ്റെ ലവ്സിന് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി ഇൻ ദാറ്റ്. അപ്പം കുറച്ച് സ്നേഹം തരൂ. അത്രയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിങ്ങളോട്. കുറച്ച് സ്നേഹം. ഒരു ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. ഐ എം ഹാപ്പി. അപ്പോൾ നമ്മൾ ഉഷാറായി നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. കുറച്ച് നേരം കൊണ്ട് ഇരുന്നിട്ട് പോകാൻ, കാലിന് വേദന എടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കൊണ്ട് ഇരുന്നിട്ട് എന്തായാലും പോവാം. ഓക്കെ ഇതാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ ഉള്ളത് പമ്പിലാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പമ്പിലാണുള്ളത്. സമയം ഇപ്പോൾ രാത്രി ഇവിടെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ക്യാമറ എല്ലാം ചാർജ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പമ്പ് ഇതാണ് കേട്ടോ. അൽ ദഫ്ര എന്ന് പറയുന്ന പമ്പിൻ്റെ അക്കോമഡേഷനിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇന്ന്. നമുക്കിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വരാൻ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്മൂത്തായിട്ട് പോകുന്ന എന്തായാലും കാര്യങ്ങൾ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന സമയമല്ലേ, അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു, നല്ല വെയിലായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോന്നു. ഇതാണ് പമ്പിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതാണ് പമ്പ്. മഗ്ഡിയൊക്കെ കാണുന്നില്ലേ, അറ്റ്നോബ് ലൂബ്, അവിടെയാണ് പമ്പ്. ഇത് അക്കോമഡേഷൻ. ഇവിടെയാണ് സ്റ്റാഫൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ മുതലാണ് നമുക്ക് ശരിക്കും കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം നാളെ നമുക്ക് 90 കിലോമീറ്ററിലാണ് ഒരു പമ്പുള്ളത്. 40 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു ട്രക്ക് ബേ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ലോറിക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലം, അവിടെ നമുക്ക് നിൽക്കാനാണ് എൻ്റെ പ്ലാൻ. നമുക്ക് ടെൻറ്റ് നമ്മുടെ കയ്യിൽ നിലവിലില്ല. ടെൻറ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എങ്ങനെ ആവണം എന്തൊന്നും എനിക്കറിയത്തില്ല. നോക്കാം. നമുക്ക് എന്തായാലും നാളെ നമ്മളൊരു 40 കിലോമീറ്റർ രാവിലെ ഞാൻ പോകും. 7 മണിക്ക് എന്തായാലും രാവിലെ ഇറങ്ങും. രാവിലെ 7 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു 40 കിലോമീറ്റർ കവർ ചെയ്ത് അവിടെ എത്താൻ എൻ്റെ പ്ലാന്. സ്ലിപ്പിംഗ് ബാഗും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തൊന്നും ടെൻറ്റ് എൻ്റെ അടുത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ റൂമിലുള്ളവരൊന്ന് പരിചയപ്പെടുത്താൻ പറ്റും നോക്കണം. കാരണം ഇപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടാവും. ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ, ഇതാ നമ്മളങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് മന്തിയും ചോറും അച്ചാറുമാണ്. ഇതാണ് ഇവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ടി വി ഒക്കെ ഉണ്ട്, വാർത്ത. അപ്പം കുറേ പേരൊക്കെ കിടന്നു. ഞാൻ ക്യാമറ ചാർജ് ചെയ്തപ്പോഴത്തേക്കും നാളെ രാവിലെ ഡ്യൂട്ടിയുള്ളവരൊക്കെ കിടന്നിട്ടുണ്ട്. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ നടന്നില്ല. നല്ല മാങ്ങാച്ചാറും നല്ല ചോറുമാണ്. അടിപൊളി ചോറ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ടാക്കും. മെസ്സാണ് ഇവിടെ. ഓരോരുത്തരും ഓരോ ദിവസം ഫുഡ് ഉണ്ടാക്കും. എന്തായാലും അത് കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അവർക്കുള്ള കബോർഡുകളും അതുപോലെ തന്നെ ഓരോരുത്തർക്കും 3-4 പേർക്ക് ഓരോ റൂം വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ കിടക്കാൻ പോകുന്ന റൂം ഇതാണ്. അതിൽ ആൾക്കാരുണ്ട്, അവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് മെല്ലെ ഒച്ചില്ലാതെ ഉള്ളിൽ കയറണം. ഇപ്പം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.